from Bangalore. First time in Kerala? Not exactly, but first time for boat race. First time in boat race? Yeah. How you feel now? I think it will start too late, so we are already exhausted because of the heat. But it's exciting. Just exciting. Yeah, it is exciting. Do you know about that Nehru Trophy Vallangali Yeah, we kind of got information a month back. month back? Yeah. What do you knew? Kirti. Okay. അപ്പോൾ ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ്. ഓക്കെ, വേർ ആർ യു ഫ്രം? Hey, I am from Bangalore, coming in Alleppey for the second time, and we are enjoying the boat ride here. How you feel now? We are feeling very exciting. The boats are going, and there is a lot of noise, and there is lot of excitement here. Do you know any boat name or something? Yeah, we are supporting Oscar team here. Huh? Oscar. Oh, Oscar. Yeah. Which one that? Oscar Cruz. ഓസ്കർ ക്രൂസ്. ഓക്കെ. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. അങ്ങനെ കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗിക പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈ ഓരോ വള്ളങ്ങളും ചുണ്ടങ്ങളൊക്കെ നീറ്റിലേക്കൊക്കെ ഇറക്കി അവരുടെ അവസാന ഘട്ട പരിശീലനവും കാര്യങ്ങളൊക്കെ തുടരുകയാണ്. ഇനിയിപ്പോൾ ആരാകും ജലരാജാവ്, ആരാകും എന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി ബാക്കിയുള്ളത്. കാരിച്ചാലാകുമോ, അതോ വീയപുരമായിരിക്കുമോ, അതോ സെന്റ് പയസ് ആയിരിക്കുമോ, അതോ ആരായിരിക്കും ആ ഒരു പള്ളാത്തുരുത്തി നേടുമോ? പള്ളാത്തുരുത്തിയുടെ കഴിഞ്ഞ, അതായത് ഡബിൾ ഹാട്രിക്ക് എന്നൊരു സ്വപ്നം കഴിഞ്ഞ തവണ VBC മറികടന്നിരുന്നു. VBCയുടെ ഇത്തവണത്തെ ആ വീയപുരം ചുണ്ടനിൽ ഇത്തവണ എത്തുന്നത് UBC കൈനഗരിയാണ്. കൈനഗരിയിൽ നിന്ന് തന്നെയാണ് അവരെത്തുന്നത്. അപ്പോൾ ആരായിരിക്കും? VBC ആയിരിക്കുമോ, അതോ PBC ആയിരിക്കുമോ, അതോ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ തന്നെ ജൂനിയർ പള്ളാത്തുരുത്തിയുണ്ട്, ഇനി കുമരകം ബോട്ട് ക്ലബ് ആയിരിക്കുമോ? ആരായിരിക്കും ഇത്തവണ ജലരാജാവ് ആവുക എന്നുള്ളത് അറിയാനുള്ള കാത്തിരിപ്പാണ്. ഏതാണ്ട് എല്ലായിടത്തും തന്നെ ആളുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? കുട്ടനായിട്ട് ഇവിടുത്തെ തന്നെയാണ്. എല്ലാ തവണയും വള്ളംകളി കാണുന്ന ആളാണ്. ഏതാ ടീം ഏതാ അത് പറയട്ടെ, അത് ആദ്യം അറിയട്ടെ. നടുഭാഗം ചുണ്ടന്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ നടുഭാഗം ചുണ്ടൻ ഇത്തവണ എങ്ങനെ കപ്പും നെഹ്റു ട്രോഫി മൊത്തം ഇടും? സംശയമില്ല, ഇത്തവണ തൂക്കും അല്ലേ? ഒരു സംശയം വേണ്ട. ഇത്തവണ ഈ PBC കഴിഞ്ഞ ഈ ഡബിൾ ഹാട്രിക് എന്നുള്ളത് അവർ നഷ്ടം വന്നത്, അവർ ഭയങ്കര സ്ട്രോങ് ആണോ ഇത്തവണ? സ്ട്രോങ് ആണ്. പക്ഷെ ഇത്ര വേറെ ഉണ്ടല്ലോ, ഈ ആരോമ ഇറങ്ങിയിട്ടുണ്ടല്ലോ കേട്ടോ. ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ ഇറങ്ങി തൂക്കി. അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് ഒരു നടുഭാഗത്തിന് വെല്ലുവിളിയാവും? അത് അത്ര വെല്ലുവിളി വരുന്നില്ല. ആവില്ല. നമുക്ക് ആ കാര്യത്തിൽ പ്രശ്നമില്ല. നടുഭാഗം തന്നെ ഒരു സംശയവും ഇല്ല. ചേച്ചി എന്ത് തോന്നുന്നു? നടുഭാഗത്തിന്റെ ഒപ്പമാണോ? അല്ല, BBC വില്ലേജ് ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ തവണത്തെ വിയപുരത്തിനൊപ്പം നെഹ്റു ട്രോഫി തൂക്കിയ ടീം അല്ലേ? ഇത്തവണ അവർ തന്നെ ആയിരിക്കും. ഇത്തവണ നിങ്ങൾക്ക് ചെറിയൊരു പാളിച്ച പറ്റി, നിങ്ങൾക്ക് അതൊരു തിരിച്ചടിയാവോ? ഈ ആരോമക്കാർ വന്നു? അതൊന്നും പ്രശ്നമില്ല, പുതിയ വള്ളങ്ങളല്ലേ, അത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നവുമില്ല. BBC ജയിച്ചിരിക്കും. അതായത് VBC കുറെ നാളുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ തവണ എത്തിയത് അല്ലേ? അതിന് മുമ്പ് തവണ എത്തിണ്ടായിരുന്നു. കളി മുഴുവൻ ജയിച്ചു. CBL മൊത്തം തൂക്കി. അതല്ല, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ ഇറങ്ങി VBC കഴിഞ്ഞ തവണ തൂക്കി. ഇത്തവണ വീണ്ടും എത്തുകയാണ്. ചാമ്പ്യന്മാരായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ചാമ്പ്യന്മാർ ഇത്തവണ പട്ടം നിലനിർത്തും. ഒരു സംശയം, ഒരു തർക്കവും ഇല്ല. കഴിഞ്ഞിരിക്കാരാ. ഈ പള്ളാത്തുരുത്തി അതോടൊപ്പം തന്നെ UBC ഉണ്ട് അപ്പുറത്ത്. അപ്പൊ തൊട്ടപ്പുറത്ത് UBC അവരാണ് ഇത്തവണ വിയപുരത്തിൽ വരുന്നത്. അവർക്കൊക്കെ 2-3 സ്ഥാനം കൊടുത്തേക്കാം അല്ലേ? ഒരു സംശയം വേണം. അതാണ് ചേട്ടൻ വലിയ ആവേശത്തിലാ. ഇവിടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കഴിഞ്ഞ തവണ വിയപുരത്തിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട VBCയുടെ ആളാണ് ആ ഇരുന്ന് നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചത്. അങ്ങനെ വലിയ ആവേശം ഇവിടെ ഉണ്ട്. ഹിന്ദി ഫ്രം വേർ? Indore, MP. First time in Kerala or? First time in Kerala. How you feel now? Very beautiful, very good. Very nice. Which I enjoy this game. Okay. Very beautiful. Super. മലയാളം അറിയോ? മലയാളത്തിൽ നമസ്കാരം എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ. ഇൻഡോറിൽ നിന്നാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന മധ്യപ്രദേശിൽ നിന്ന് ആളുകളാണ്. ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്നൊക്കെ പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് നാട്ടിൽ ചെന്നാലും അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളില്ല. അപ്പം സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ നെഹ്റു ട്രോഫിയൊക്കെ വരുമ്പോൾ ഇവിടെ ആളുകൾ എത്തും, അതിനെ കാണാനേ എത്തും. അതിനാണ് റഹീം എന്തായാലും ആവേശം ആലോളമാണ് അവിടെ.